Thank you, Jesus. ദൈവം യോജിപ്പിച്ചു നമ്മെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു. ദാനമാം മക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം. വിശുദ്ധ വീതി സ്വർഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരുനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട്. അതിനടിസ്ഥാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ ടോപ്പിക്കുകളൊക്കെ ഇവിടെ റെഡിയാക്കുന്നത്. സോ നിങ്ങൾ പ്രേക്ഷകരാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീസ് ഡു സെൻഡ് us your feedbacks and suggestions. എഫേഷ്യൻസ് 5:21 കർത്താവിനുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഇതാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര വിധേയത്വം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ജോമിൻ ചേട്ടനും സ്റ്റെല്ല ചേച്ചിയുമാണ്. വെൽക്കം ചേട്ടാ. വെൽക്കം ചേച്ചി. വിധേയത്വം ഇതൊരു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. ശരിക്കും ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണ ഒരു സൈഡാണ്. മെയിൻലി ചേട്ടനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് നമ്മളുടെ ഒരു മെയിൽ ഈഗോ, ഇതൊരു ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചേട്ടന് ഞങ്ങളുടെ അടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചേട്ടന് എന്താ പറയാനായിട്ടുള്ളത്? അപ്പം നമ്മൾ എപ്പോഴും വിവാഹത്തിൻ്റെ സമയം വരെ നമ്മൾ അനുസരിപ്പിച്ചുള്ള ശീലമേ ഉള്ളൂ. അനുസരിച്ചുള്ള ശീലം വളരെ കുറവാണ്. മാതാപിതാക്കൾ ഒഴിച്ച് ബാക്കി സഹോദരങ്ങൾ തമ്മിൽ അനുസരിപ്പിച്ചാണ് ശീലം. അപ്പോൾ അത് വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ശരിക്കും ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ആദ്യകാലങ്ങളിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഞങ്ങൾ സ്വീകരിച്ചിരുന്നൊരു മാർഗം ഞങ്ങൾ തന്നെ അന്യോന്യം കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ചിലപ്പോൾ ചെറിയൊരു പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്റ്റെല്ലയിലൂടെ വന്ന ചില കറക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് അവൾ ഇങ്ങനെ പറയുമായിരുന്നു. ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇനി അടുത്ത 1 മണിക്കൂറെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് ഈ പിണക്കം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പിന്നെ ചെയ്യാറുള്ള ഒരു കാര്യം, ഏറ്റവും അടുത്ത് തന്നെ പോയി കുമ്പസാരിക്കുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷം. പിന്നെ അതിനെക്കുറിച്ച് ഒരിക്കലും ഓർക്കേണ്ടതായിട്ട് വന്നിട്ടുമില്ല. ആ പിണക്കം അവിടെ കൊണ്ട് അവസാനിക്കാറുണ്ട് ആരെപ്പോഴും. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് കാണുന്ന മക്കളുണ്ടാവും. ഇവരോട് ശരിക്കും നിങ്ങൾ തമ്മിൽ റീകൺസൈൽ ആവും. പക്ഷെ ഇവരോട് എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്? ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വഴക്കുകൾ കാണുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ഇതാണല്ലോ വരുന്നത്. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളെല്ലാം ശ്രമിക്കുന്നത് പോലെ കുട്ടികൾ മുമ്പിൽ വെച്ച് പിണക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ എന്നാലും സ്വാഭാവികമായിട്ട് എനിക്ക് 4 കുട്ടികളുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ മുന്നിൽ പെട്ടിട്ടുണ്ടാവും. കാരണം ഇത് സംഭവിക്കുന്നത് കുരിശുവരയുടെ 5ാമത്തെ ദിവസത്തിന് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കൈപിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ആരെങ്കിലും തമ്മിലൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ 2 കൈയും കൂട്ടി ഞങ്ങൾ പിടിപ്പിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലാണെങ്കിൽ ഞങ്ങൾ 2 കൈയും കൂട്ടി പിടിക്കാറുണ്ട്. എന്നിട്ട് സ്തുതി ചൊല്ലിയതിന് ശേഷമാണ്. അപ്പോൾ ഒരുപക്ഷെ ആരും ആവാം, ഞാനാവാം, അല്ല സ്റ്റെല്ലി ആവാം, പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ കാരണമെന്ന് നമുക്ക് തോന്നുന്നവർ. പക്ഷെ എങ്കിൽ പോലും അതിനൊരു പരിധിയില്ലാതെ അൺകണ്ടീഷണലായിട്ട് നമ്മൾ അവിടെ ഒരു ഫൊർഗീവ്നെസ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ്. അത് ചിലപ്പം ഞാൻ പറയുകയാണ്, ഫൊർഗീവ് മീ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇഫ് ഐ ഹേർട്ട് യു. അപ്പം ഭാര്യ എന്നോട് പറയുന്നത് ഐ ഫൊർഗീവ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പം ആ ഒരു റിക്കൺസിലേഷൻ അവിടെ സംഭവിക്കുന്നു. അത് കുഞ്ഞുങ്ങളും തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അവരത് ഫോളോ പ്രതിയല്ല, ദൈവത്തെ പ്രതിയാണ്. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു ഞാനതിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. നമ്മുടെ ഈ ഒരു വിധേയത്വം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. വിധേയത്വം ശരിക്കും കർത്താവിനെ പ്രതിയാണ്, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഒരു സമർപ്പണമായി മാറും. അത് കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ചാകുമ്പോഴത്തേക്കും അതിന് കൂടുതൽ മാധുര്യം ഉണ്ടാവുകയും ചെയ്യും.
ചേച്ചിക്ക് എങ്ങനെ ഒരു ആണെന്ന രീതിയിൽ എങ്ങനെ വിധേയത്വം ചെയ്യാമെന്ന് ചേട്ടൻ പറഞ്ഞു. ഇനി ഒരു പെണ്ണെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ എങ്ങനെയാ ചേച്ചി വിധേയത്വം പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമോ? ഇപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നത് സൺഡേസിലൊക്കെ മാസിന് പോകുമ്പോൾ 9 മണിയുടെ കുർബാനയ്ക്ക് ഞങ്ങൾ സാധാരണ പോകും. അപ്പോൾ കുർബാന കഴിഞ്ഞ് വരുന്നോടം വരെ ഭക്ഷണം കഴിക്കരുത്, അങ്ങനെ ഒരു ഇതായിരുന്നു. എനിക്കത് വലിയൊരു തൃപ്തി ഭയങ്കര ഒരു സംതൃപ്തി തരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യേണ്ട, 1 മണിക്കൂറത്തെ ഫാസ്റ്റ് നോക്കിയാൽ മതി കുർബാനയ്ക്ക് മുന്നേ. അപ്പോൾ അതനുസരിക്കാൻ ഒരു മടിയും കൂടാതെ ഞാൻ അത് അനുസരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ 3 വർഷത്തിന് ശേഷം എന്താ സംഭവിച്ചു വെച്ചാൽ ആ ജീവിത പങ്കാളി തന്നെ പറയണ്ടായി, ഇനി നമ്മുടെ കുടുംബത്തിലുള്ള ആരും കുർബാന സ്വീകരിച്ച് കഴിയുന്നത് വരെ ഭക്ഷണം കഴിക്കേണ്ട, നമുക്ക് ആ ഫാസ്റ്റ് ഫോളോ ചെയ്യാമെന്ന്. അപ്പോൾ അത് അങ്ങനെ ആ വിധേയപ്പെട്ടതുകൊണ്ട് ഉണ്ടായ ഫലം ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അതെ. എങ്ങനെയാണ് പിന്നെ ചേച്ചി എന്തോ ചേട്ടൻ്റെ ചില കാര്യങ്ങൾ ചേച്ചീനെ ഇൻസ്പയർ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു, കറക്ഷൻസ് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു മറ്റുള്ള അവരവരുടെ വിഷമങ്ങൾ, പിന്നെ നമ്മളിൽ നിന്ന് സഹായം അർഹിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങൾ ഇപ്പം ആരെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് മനസ്സിൽ തോന്നും അവരോട് നമ്മളെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയണമെന്ന് തോന്നും. പക്ഷെ അപ്പോൾ അവിടെ ഹോൾഡ് ചെയ്യും. പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ജീവിത പങ്കാളി അതിനൊരു യെസ് എന്ന് മൂളിക്കഴിയുമ്പോഴാണ്, അതിനൊരു സമ്മതം അല്ലാതെ ഒരു അനുവാദം തന്നു കഴിയുമ്പോഴാണ് അവരോട് പോയി അത് ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ സഹായിച്ചു തരാൻ പറ്റും. അപ്പോൾ അതിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്ന പിന്നെ അനുസരണം. ഇപ്പം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഞാൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ഒരു മടിയും കൂടാതെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇത് അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേരൻസ് ഒരു കുഞ്ഞു കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പിന്നെ എങ്ങനെ സ്വീകരിക്കുന്ന അതേ മനോഭാവത്തോടുകൂടി എൻ്റെ ജീവിത പങ്കാളി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ന്യൂസ് പേപ്പർ ഒരു അഡിക്ഷൻ ആയിരുന്നു. ദിവസം ഒരു കുറേ മണിക്കൂറുകൾ ഇരുന്ന് പല പല പേപ്പറുകൾ വായിക്കായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കറക്ഷൻ പറഞ്ഞു കൊടുത്തു, ഇത്രയും സമയം എന്തിനാ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഒരു പേപ്പർ വായിച്ചാൽ പോരെ. അപ്പോൾ അത് പൂർണ്ണ മനസ്സോടെ അതിനെക്കുറിച്ച് തിരിച്ചൊന്നും മറുതലിക്കാതെ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും അപ്പോൾ എന്നെ കൂടി അത് ഭയങ്കരമായിട്ട് പിന്നെ സ്വാധീനിക്കുകയുണ്ടായി. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം എൻ്റെ ജീവിത പങ്കാളി ഒരു മടിയും കൂടാതെ സ്വീകരിച്ചപ്പം എൻ്റെ ജീവിതത്തെ അത് ഒരുപാട് സ്വാധീനിക്കുകയുണ്ടായി. അവിടെ ചേർത്ത് വെച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അനുസരണം അല്ലെങ്കിൽ ഈ ഒരു വിധേയത്വം ശരിക്കും നമ്മൾ ചെയ്യുന്നത് കർത്താവിനോടുള്ള വിധേയത്വമാണ്. കാരണം ഞാൻ വിവാഹത്തിലെടുത്ത ആ ഒരു സമ്മതം കർത്താവിന് മുമ്പിലാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിത പങ്കാളിയിലൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കർത്താവ് എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യം തന്നിരിക്കുന്നതുകൊണ്ടും അപ്പോൾ പല കാര്യങ്ങളും ഒരു കറക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന കറക്ഷനാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം ആത്മാവിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ബോധ്യം, ആ ഒരു പ്രചോദനം ലഭിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. ശരിക്കും നമ്മൾക്ക് ഇവർ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വി ഹാവ് എ ലോങ് വേ ടു ഗോ. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു കൈപിടിച്ച് നടന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ എന്നുള്ള. പ്രത്യേകിച്ച് ചേച്ചിയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് എന്തുമാത്രം നമുക്ക് മാത്രമല്ല അത് ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിക്കും അതൊരു വ്യത്യാസം കൊണ്ടുവരുത്തും എന്നുള്ള, നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ അനുസരിക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല ഗുണം ചെയ്യുന്ന അപ്പുറത്തിരിക്കുന്ന ആൾക്കും അത് റിസീവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സംഭവം ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഇനി ഈ ടോപ്പിക്കിനെ പറ്റി കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇച്ചിരി കൂടെ തിയോളജിക്കൽ സൈഡ് എന്താണ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് നമുക്ക് കേൾക്കാം. അതിനായിട്ട് നമുക്ക് വിദ്യ ചേച്ചി ടോജൻ ചേട്ടനോടൊപ്പം ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ ഓവർ ടു യു ടോജൻ ചേട്ടാ ആൻഡ് മീനു ചേച്ചി. ഹായ് ടോജൻ. ഹായ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിദ്യ ചേച്ചിയാണ്. ചേച്ചി വിശുദ്ധ വേദിയിലേക്ക് സ്വാഗതം. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. ചേച്ചി തിയോളജിയിൽ മാസ്റ്റേഴ്സും ലൈസൻഷ്യേറ്റും എടുത്തിട്ടുണ്ട്. ഒപ്പം ചേച്ചി ഒരു തീസിസ് എന്തോ ചെയ്തിട്ടില്ല? എൻ്റെ തീസിസ്, എൻ്റെ ലൈസൻഷ്യേറ്റ് തീസിസ് ജോൺ പോൾ II, സെയിൻറ്റ് ജോൺ പോൾ II മാർപ്പാപ്പയുടെ തിയോളജി ഓഫ് ദ ബോഡി എന്നുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് മറ്റൊരു തീം ബേസ്ഡ് ആയിരുന്നു എൻ്റെ തീസിസ്. ഇപ്പോൾ ഒരുപാട് കേട്ടുവരുന്നൊരു ടോപ്പിക്കുമാണ്. അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പരസ്പരം വിധേയരായിരിക്കുവാൻ. അപ്പോൾ ഇത് ബേസിക്കലി ഹസ്ബൻഡ് ആൻഡ് വൈഫിനോടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ബേസിൽ തന്നെ എഫേഷ്യൻസ് 5:21 എന്നാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവാൻ എന്നാണ് വചനം. അപ്പോൾ വിധേയരായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എംപ്ലോയി, ഒരു ബോസിനോട് വിധേയരായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബോസ് പറയുന്നത് എന്താണെങ്കിലും അനുസരിക്കുക, അല്ലെങ്കിൽ അത് പറയുന്ന പോലെ കേൾക്കുക. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്പരം വിധേയരായിരിക്കുക എന്ന് പറയുമ്പോൾ ചേച്ചി എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? ആക്ച്വലി ഇത് പല ആൾക്കാർക്കും ഇത് തന്നെയാണ് കോൺസെപ്റ്റായിട്ട് വരണതും. ഞാൻ കല്യാണത്തിന് മുമ്പും കല്യാണത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിക്കുന്നതിന് മുമ്പൊക്കെ ഇത് തന്നെയായിരുന്നു. സബ്മിസീവ്നെസ് എക്സ്പ്ലനേഷൻസും കുറേയാണ്. ദ ഹസ്ബൻഡ് ഇസ് ദ ഹെഡ് ഓഫ് ദ വൈഫ് ആൻഡ് ദ വൈഫ് ബി സബ്മിസീവ്. അപ്പോൾ നമ്മളെല്ലാം പറയുന്നത് കേൾക്കണം. നമ്മൾ സ്ലേവാണ് ഭാര്യമാർ. ഭർത്താക്കന്മാർ പറയണതാണ് എല്ലാം ഒരു ഓർഡറിങ് ഇതിലേക്കാണ് വരുന്നത്. പക്ഷെ അത് ശരിക്കുമുള്ള മീനിങ് ഞാൻ തിയോളജി ഓഫ് ദ ബോഡി പഠിച്ചിരുന്നപ്പോൾ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ദെയർ. അപ്പോൾ അതിനകത്ത് മാർപ്പാപ്പ സെയിൻറ്റ് ജോൺ പോൾ ടു ചോദിക്കുന്നത് വാട്ട് ഈസ് സബ്മിസീവ്നെസ്? ക്രിസ്തുവിലുള്ള വിധേയത്വം എന്തുവാണെന്ന് ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ബി സബ്മിസീവ് ടു ഈച്ച് അതർ, അങ്ങനെയല്ല. പക്ഷെ ക്രിസ്തുവിൽ നിന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ്സ് ദ ക്രക്സ് ഓഫ് ദ ഹോൾ പ്രിൻസിപ്പിൾ. അപ്പോൾ ക്രൈസ്റ്റിൽ വിധേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വി ലുക്ക് അറ്റ് ക്രൈസ്റ്റ്. വാട്ട് ഡിഡ് ഹി ഡു ഫോർ അസ്? നമുക്ക് വേണ്ടി ക്രിസ്തു എന്താ ചെയ്തത്? അപ്പോൾ പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ ഇപ്പോൾ പറയും വൈഫ്സ് ബി സബ്ജക്റ്റ് ടു യുവർ ഹസ്ബൻഡ് ആസ് യു ആർ ടു ദ ലോർഡ്. For the husband is the head of the wife, just as Christ is the head of the church. Just as Christ is the head of the church ലാണ് കിടക്കുന്നത്. സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ. അപ്പോൾ ഹസ്ബൻഡ്സിന് ഒരു വലിയൊരു ചാലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. ലൈക്ക് യു ഹാവ് ടു ബി ലൈക്ക് ക്രൈസ്റ്റ്. പക്ഷെ ക്രൈസ്റ്റ് എന്താ ചെയ്തത്? വാട്ട് ഡിഡ് ക്രൈസ്റ്റ് ഡു? ക്രിസ്തു ശരിക്കും സ്വയം ഇല്ലാതെ ആവണത് ആ കുരിശിൽ ഇല്ലാതെ ആയിട്ടാണ് ആ ചർച്ചിന് വേണ്ടി ഹീ ഗേവ് സെൽഫ് ഗിഫ്റ്റായിട്ട് മാറുന്നത് ആ കുരിശിലാണ്. അപ്പോൾ ആ ഒരു ലവ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്, ദ ഹസ്ബൻഡ്സ് ഹാവ് ടു ബി ദ ഹെഡ് ഓഫ് ദ വൈഫ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവിങ് ലവാണ് ഹസ്ബൻഡിൻ്റെ. ഇത് ജോൺ പോൾ ടു മാർപ്പാപ്പ പറയുന്നത് ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൂ. ഇറ്റ്സ് നൺ ഓഫ് മൈ തീസിസ് ഓർ നൺ ഓഫ് മൈ കണ്ടുപിടുത്തം. അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ ഓക്കെ, ആൻഡ് വാട്ട് ഹാസ് ദ വൈഫ് ടു ഡു ദെൻ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചർച്ച് എന്താ ചെയ്തത്? അപ്പോൾ അവിടെ ശരിക്കും ക്രോസിൻ്റെ അവിടെ മദർ മേരി ആയിരുന്നു. മദർ മേരി ഷീ ജസ്റ്റ് സ്റ്റുഡ് ദർ, ഷീ ആൻഡ് ജോൺ, അപ്പോസ്റ്റൽ ജോൺ സ്റ്റുഡ് ദർ ആൻഡ് റിസീവ്ഡ് ദാറ്റ് ലവ്. അപ്പം നമ്മൾ the whole church is just receiving that love that Christ gave. അപ്പോൾ ഹസ്ബൻഡ് ക്രൈസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഗിവിങ് ലവിൽ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഭാര്യമാർ ചർച്ചിനെയാണ് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ടു റിസീവ് ദാറ്റ് ലവ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ടോജോ മിനു ചെയ്യുന്ന കാര്യങ്ങൾ, കുറച്ച് തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിക്കുമ്പോൾ ഷീ ഫീൽസ് ഓക്കെ, ടോജോ ലവ്സ് മീ, ടോജോ റിയലി ലവ്സ് മീ വിത്ത് ഓൾ ഹിസ് ഹാർട്ട്. എന്തോരം തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് പല മണ്ടത്തരങ്ങളും ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന് നല്ല വഴക്കൊക്കെയാണ് കിട്ടേണ്ടത്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ പേടിച്ച് നിൽക്കും, ദൈവമേ എന്തായിരിക്കും മറുപടി വരാൻ പോകുന്നത് എന്നുള്ളതിൽ നിൽക്കുമ്പോൾ അത് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, സാരമില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞുതര്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഒരു ഹീലിങ്ങും ഭയങ്കര ഒരു സ്നേഹമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചും ശരിക്കും എന്നെ സംബന്ധിച്ച് തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ്സ് ദ റിസീവിങ് ലവ്. അത് ശരിക്കും മീനു റിസീവ് ചെയ്യാണ്, ആ സ്നേഹം ടോജോന്ന് റിസീവ് ചെയ്യാണ് എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ. അപ്പോൾ ക്രിസ്തുവിടെ ആ സെൽഫ് ഗിഫ്റ്റാണ് ഹസ്ബൻഡ്സ് ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വൈഫ്സ് ഷുഡ് ബി ഇമിറ്റേറ്റിംഗ് ദ റിസീവിങ്. അപ്പോൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു സർക്കിളാണ്. ഗിവിങ് റിസീവിങ്. അപ്പോൾ ആ ഒരു സർക്കിൾ നമ്മൾ ഡേ ടു ഡേ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഹാർമണി ഇൻ ദ മാരേജ്. നിങ്ങൾ ചിന്തിക്കണം, എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് മൈ സ്പൗസ് ഹാപ്പി? ചിലപ്പോൾ ഞാനിപ്പം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഇവിടെ ഓർത്തത്, ചിലപ്പോൾ ഒക്കെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണ അതിനെ തിരുത്തി അതിനെ ശരിയാക്കാൻ നോക്കുമ്പോഴാണ് ആർഗ്യുമെന്റ്സിലേക്ക്. ഇതൊക്കെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആദ്യത്തെ 5-6 വർഷം
അത് തിരുത്തിയേ പറ്റൂ, ഇപ്പം തിരുത്തിയില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. ഇപ്പം അത് ആർഗ്യൂ ചെയ്ത് നമുക്ക് ഇപ്പം അപ്പോൾ കുറേ ആർഗ്യുമെൻറ്റ്സിലേക്കായിരുന്നു കടന്നത്. ഇപ്പോഴൊക്കെ ഞങ്ങൾ ആർഗ്യൂ ചെയ്യാറില്ല. ഞങ്ങൾ അതിനെപ്പറ്റി സ്വയമായിട്ട് ചിന്തിക്കുമ്പോൾ വിചാരിക്കുമായോ ഇതെന്തൊരു മണ്ടത്തരോ നമ്മൾ പറയുന്നത്. ബിക്കോസ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഇതിൽ ദ തിങ് ഈസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൗസ് തന്നെ വന്ന് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ അവർ സോറി പറയും, അല്ലെങ്കിൽ നമ്മൾ സോറി പറയും, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് പറയും അതെന്താ, അത് ഒരു റീവാലുവേറ്റ് ചെയ്യും ആ സിറ്റുവേഷൻ, അതെന്താണ് അങ്ങനെ സംഭവിച്ചത്, വൈ ഡിഡ് ദാറ്റ് ഹാപ്പൻ അങ്ങനെ. പക്ഷേ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ആ ബേസിക് അത് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ഒരു ഗ്രേസ് കൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ സബ്മിസീവ് ആവണമെങ്കിൽ, ഒരാൾ ഗിവിങ് ഒരു ഇതാവണമെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൈഡും എല്ലാം ഇത് ചെയ്തിട്ടാണ് ഹസ്ബൻഡ്സിന് ഒന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരാണ്, ആ നേരത്ത് ബി ലൈക്ക് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമില്ല. അല്ലെങ്കിൽ ഓഫീസിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതിനു മുമ്പേ രാവിലെ തന്നെ നമ്മൾ എനിക്ക് കുറച്ച് നേരം ഒരു 5-10 പണ്ടൊക്കെ എൻ്റെ ഫാദർ എപ്പോഴും എൻ്റെ ഫാദർ പറയുന്നതാണ് 1 മണിക്കൂറൊക്കെ പ്രാർത്ഥനിക്കുക. അപ്പോൾ എനിക്ക് ആ 1 മണിക്കൂർ പറ്റാറില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ 10 മിനിറ്റ്, ഇപ്പോൾ ഒരു ഇൻക്രിമെൻറ്റ്സിൽ 10 മിനിറ്റ് 15 മിനിറ്റിലേക്ക് നമ്മൾ ശരിക്കും ദൈവമായിട്ടൊരു പേഴ്സണൽ പ്രെയർ ചെല്ലുമ്പോൾ വി ക്യാൻ റിയലി ഫോളോ ദിസ് ഇൻ അവർ ലൈഫ്. എന്നാലും ഭർത്താക്കന്മാർ ഹെഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ വിധേയത്വം. പക്ഷെ അതൊരിക്കലും ഒരു ചെറുതാകലാകുന്നില്ല. ശരിക്കും നമ്മുടെ മുന്നിൽ അത് ശരിക്കും ഒരു ഭയങ്കര ഒരു വാല്യൂ ആണ്. എന്നാലും ചുരുക്കിയ വാക്കുകളുടെ ഇതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ ലളിതമായിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു തോജൻ ആൻഡ് മീനു. ശരിക്കും വിദ്യ ചേച്ചി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ചേച്ചി പറഞ്ഞ ഒരുപാട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റിയിട്ട്. ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഈ വിധേയത്വം ഒരു സർക്കിളാണ്. ഹസ്ബൻഡ്സ് ദേ ഗിവ് ദ ലവ്, വൈഫ് അത് റിസീവ് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ തിരിച്ചതുപോലെ തന്നെ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. അങ്ങനെ മൊത്തത്തിലൊരു സർക്കിളാണ്. ഒൺലി ദെൻ ദിസ് വർക്ക്സ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വിദ്യ ചേച്ചി പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. ഇതിനെപ്പറ്റി നമ്മൾക്ക് വേറൊരു ആംഗിളിൽ നിന്ന് കേൾക്കാനായി നമ്മൾക്ക് ഫിലിപ്പൈൻസിൽ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വളരെ വിശേഷപ്പെട്ട സബ്ജക്റ്റാണ്, ക്രിസ്തുവിലുള്ള പരസ്പര വിധേയത്വം ഭാര്യ ഭർത്താക്കന്മാരുടെ. ഇതിപ്പോൾ ചോദ്യം നല്ല, ആർക്ക് വിധേയപ്പെടണം? ഭാര്യ ഭർത്താവിനോ, ഭർത്താവ് ഭാര്യയ്ക്കോ? നമ്മുടെ ഒരു കേരളത്തിൻ്റെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് യൂഷ്വലി ഒരു അച്ചായൻ കേരള സംസ്കാരം എന്നൊക്കെ പറയുമല്ലോ. ഭർത്താവ് തീരുമാനിക്കുന്ന വീട്, ഭാര്യ എപ്പോഴും സാധാരണ ഒരു സബ്മിസീവായ ഒരു പേഴ്സൺ, അങ്ങനെയൊക്കെയാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത്. പിന്നെ കത്തോലിക്കരെ പറ്റിയുള്ള കത്തോലിക്ക സഭയെ പറ്റിയുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു ആരോപണമല്ല, ഇതൊരു മെയിൽ ഡോമിനൻ്റ് ആണ്. ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒന്നുകിൽ ഒരു മെയിൽ ഷോഗനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ്, അപ്പം അതൊക്കെയാണല്ലോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാധനങ്ങൾ. അങ്ങനെ കുറേ, അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു സാധനം നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടി തന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ആര് ഡോമിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് വീട്ടിലൊരു കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യം. ആ വീട്ടിലെ അപ്പനാണ് ഏറ്റവും ശക്തമായ കഥാപാത്രമെങ്കിൽ മകനെ സംബന്ധിച്ച് ഉറപ്പാണ് അപ്പനെപ്പോലെ ആവണം. അമ്മേനെ ഭരിക്കുന്ന അല്ലെങ്കിൽ സഹോദരങ്ങളെ ഭരിക്കുന്ന ഒരപ്പൻ. അതുപോലെ അമ്മയാണ് ഭയങ്കര ഡോമിനൻ്റ് ക്യാരക്ടറെങ്കിൽ മകൾക്ക് അതിനകത്ത് നല്ല നോട്ടം കാണും. സ്വാഭാവികമായിട്ട് അമ്മയെപ്പോലെ ആവണം. എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും ചുക്കാൻ പിടിക്കണം. എല്ലാവരും വരച്ച വരയെ നിർത്തണം. അതാണല്ലോ പ്രധാനപ്പെട്ട ടൈം. വരച്ച വരയെ നിർത്തണം. പക്ഷേ വര ആര് വരയ്ക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഉറപ്പായിട്ട് എങ്ങനെ ആരെ ഡോമിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അതുകൊണ്ട് നമുക്കത് ഒന്നേ തന്നെ തുടങ്ങാം. ഒന്നാമത്തെ കാര്യം വചനം തന്നെയാണ് പറയുന്നത്. ഫേസുസാർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, 5-ാം അധ്യായം 22-ാം തിരുവചനം, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു കുടുംബ കൂട്ടായ്മയ്ക്ക് ഇത് വായിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറയാം, അച്ഛാ റിപ്പീറ്റ് പ്ലീസ്, അതൊന്നുകൂടി വായിച്ചേ. ഏത്? ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. കേൾക്കാൻ ഒരു സുഖാന്നറിയാം അച്ഛന്ന്. കാരണം വീട്ടിൽക്കാരത്ത് അടിമത്താണേ. അതുകൊണ്ട് ഇവിടുത്തെ ഇത് കേട്ടിട്ടെങ്കിലും സന്തോഷിച്ചിട്ടുണ്ട്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. റിപ്പീറ്റ് പ്ലീസ്. അതുപോലെ തന്നെ അടുത്ത വചനം പറഞ്ഞ, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, വിശുദ്ധീകരിക്കുവാനായി സ്നേഹിച്ച് സ്വയം സമർപ്പിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ സ്നേഹിക്കുവിൻ, സമർപ്പിക്കുവിൻ. അതാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗം കേൾക്കുമ്പോഴത്തേക്ക് ഭർത്താക്കന്മാർക്കൊരു മേൽക്കോയ്മ കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പൗലോസിനെ തറവാടിയായ പൗലോസ്, ആണത്തുള്ള പൗലോസ് എന്നൊക്കെ ചില അച്ചായന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തറവാടിയായ പൗലോസ് പക്ഷേ വലിയ ട്രാപ്പിലേക്ക് ചാടിച്ചത്.
പൗലോസ്ലീഹ പറഞ്ഞു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ വചനം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, സഭയെ വിശുദ്ധീകരിക്കുവാനായി സ്വയം സമർപ്പിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഇതൊരു വൻ ട്രാപ്പിലേക്കാണ് കൊണ്ട് ചാടിച്ചത്. ആദ്യത്തിനകത്ത് വിധേയത്വം, ഭർത്താക്കന്മാരോട് പറയുന്നതന്നെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ, സമർപ്പിച്ചതുപോലെ. ക്രിസ്തു എന്താ ചെയ്ത്? തല്ലും കൊണ്ട്, ആട്ടും തുപ്പും കൊണ്ട്, നഗ്നനായി പീഡകൾ സഹിച്ച് അവസാനം മരിക്കുക ചെയ്തേ. അപ്പോൾ വിധേയത്താണോ മരണമാണോ നല്ലത്? അതിനകത്ത് ഏതാ ബെറ്റർ? അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞു വെച്ചേക്കുന്നത് രണ്ടിൽ ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്ക് ഡോമിനേറ്റ് ചെയ്യണമെന്നല്ല. പക്ഷെ നമ്മൾ ബോധപൂർവ്വം മറന്നു കളഞ്ഞൊരു വചനമുണ്ട്. അത് 5:21 ക്രിസ്തുവിലുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര വിധേയത്വം. അതാണ് 5:21. അതിനുശേഷമാണ് ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും പൗലോസ്ലീഹ ഉപദേശം കൊടുക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ നൈസായിട്ടൊരു ട്രാപ്പിൽ കൊണ്ട് ചാടിച്ചതാണ്. ആരാ വിധേയപ്പെടണ്ടേ? ഭാര്യയോ ഭർത്താവിന് പരസ്പരം വിധേയപ്പെടുക അല്ല ചെയ്യണ്ടേ. ആദ്യം നിങ്ങൾ ക്രിസ്തുവിൽ വിധേയപ്പെടുവിൻ. ഈശോ ഇല്ലാതെ വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ആര് വിധേയപ്പെടണം, ആരൊന്നാമനാവണം, ഞാൻ ഭരിക്കണോ നീ ഭരിക്കണോ പ്രശ്നം ഉണ്ടാവുന്നേ. ക്രിസ്തു ഇല്ലാത്തതുകൊണ്ടാ. ആദ്യം ക്രിസ്തുവിന് നടുവിൽ നിർത്ത്. അത് തന്നെയല്ലേ പ്രശസ്തമായ ഫുൾട്ടൻ ജേഷിൻ്റെ വചനം, 3 പേർ തമ്മിലുള്ള കല്യാണം, മാരേജ് ബിറ്റ്വീൻ 3 പേഴ്സൺസ്, ക്രിസ്തു നടുവിലുണ്ടാവട്ടെ. എപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾ ഇറക്കി മാറ്റി നിർത്തുന്നു, നിങ്ങളുടെ ഈഗോ കയറി വരുന്നു. അവിടെയാണ് ആര് ഭരിക്കണം, എപ്പോൾ ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, ആർക്ക് വിധേയപ്പെടണമെന്ന് സംശയവും കോൺഫ്ലിക്റ്റും അതിനുശേഷമുള്ള എല്ലാ അടികളും പിടികളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്രിസ്തു തന്നെ ആവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നടുവിൽ നിൽക്കേണ്ടത്. നമ്മൾ അവന് വിധേയപ്പെട്ട് ജീവിക്കുക. അതാണ് ഒന്നാം പാഠം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിധേയത്വം എന്ന് പറയുന്നത് അടിമത്തമല്ല. ക്രിസ്തു വിധേയനായി ജീവിച്ചു തിരുവചനം പറയുന്നുണ്ട്. ഈശോ അടിമയായി ജീവിച്ചതിനർത്ഥം വിധേയത്വം അടിമത്തമല്ല. സ്നേഹപൂർവകമായ ചില വിട്ടുകൊടുക്കലും ചില താഴ്ന്നു കൊടുക്കലും സ്നേഹപൂർവമായ സ്വയം തോറ്റുകൊടുക്കലൊക്കെയാണ് വിധേയത്വം എന്ന് പറയുന്നത്. അവിടെ ഒരാളുടെ കയ്യൂക്ക് കാണിക്കലല്ല വിധേയത്വം, അടിമത്വവുമല്ല, സ്നേഹപൂർവമായ വിട്ടുകൊടുക്കലുകളാണ്. പ്രിയപ്പെട്ട അത് തന്നെയാണ് കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളും. ഇപ്പോൾ രണ്ടുപേരും പറയുന്നു ഞാനാണ് ശരി, ഞാൻ പറയുന്നതാണ് റൈറ്റ്. 2 റൈറ്റ് ഒരു കാര്യത്തിലില്ലല്ലോ. രണ്ടുപേരുടെയും ഭാഗങ്ങൾ ശരിയാണെങ്കിൽ പോലും 2 റൈറ്റിൽ ഒരു സമയത്ത് വർക്കൗട്ട് ആവത്തില്ലല്ലോ. അതുകൊണ്ട് ഒരാൾ സബ്മിസീവ് ആകേണ്ടി വരും. വിളിയുള്ളവൻ താഴ്ന്നു കൊടുക്കട്ടെ, അവിടെ കൂടുതൽ കരുണ ഒഴുകും. അതാണ് ഏറ്റവും കീ പ്രിൻസിപ്പിൾ. വിളിയുള്ളവൻ താഴ്ന്നു കൊടുക്കട്ടെ, അവിടെ കർത്താവിൻ്റെ വലിയ കരുണ കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ വിളിയുണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ കരുണ വേണോ, കൂടുതൽ കൃപ വേണോ, നിങ്ങളൊന്ന് താഴ്ന്നു കൊടുക്ക്. അവിടെ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. ചില കുടുംബങ്ങളിൽ ഭാര്യമാരൊന്നും താഴ്ന്നു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ, അല്ല ഭർത്താക്കന്മാർ താഴ്ന്നു കൊടുക്കുമ്പോൾ തമ്പുരാൻ്റെ കൃപ നിങ്ങൾക്ക് നിരവധിയായിട്ടൊഴുകും ആ കുടുംബത്തിലേക്ക്. കർത്താവ് ഏറ്റെടുക്കും. പിന്നെ കർത്താവാണ് മുൻപിൽ നിന്ന് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വിട്ടുകൊടുക്കലിൻ്റെ തോറ്റുകൊടുക്കലിൻ്റെ വലിയൊരു ഫിലോസഫി നമ്മൾ പഠിക്കണം. ഈശോ അങ്ങനെയല്ലേ തിരുസഭയെ സ്നേഹിച്ചത്? വിട്ടുകൊടുത്ത്, തോറ്റുകൊടുത്ത്, നാണം കെട്ട്, ഇല്ലാണ്ടായി മറ്റുള്ളവരെ വളർത്തി. അതുകൊണ്ട് എന്തുകൊണ്ട് 2000 വർഷം കഴിഞ്ഞിട്ടും തിരുസഭയെ ആർക്കെങ്കിലും തൊടാൻ പോലും പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? വിട്ടുകൊടുത്തുകൊണ്ടാണ്. നിങ്ങളുടെ കുടുംബത്തെ മറ്റാർക്കും തൊടാതിരിക്കാൻ പറ്റണമെങ്കിൽ, തകരാതിരിക്കണമെങ്കിൽ, കരിങ്കൽ പാറ പോലെ ഉറച്ചു നിൽക്കണമെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റണം. വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ചോരയിൽ, നിങ്ങളുടെ വിയർപ്പിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ സഹനത്തിൽ നിങ്ങളുടെ കുടുംബം ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കും. ഒരു നാരകീയ ശക്തികൾക്കും ആ കുടുംബത്തെ തകർക്കാനാവില്ല. മൂന്നാമത്തെ കാര്യം ഈഗോയാണ്. ഈ ഈഗോ എന്ന് പറയുന്ന ചേട്ടനാണ് എല്ലാം തകർക്കുന്നത്. ഈ ഈഗോ വരുമ്പോഴത്തേക്കാണ് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ, എൻ്റെ ശരി, എൻ്റെ തത്വങ്ങൾ, എൻ്റെ ജീവിതം, മറ്റതൊക്കെ എല്ലാവരും താഴെ. അപ്പോൾ മറ്റേ ആൾക്കുമില്ല ഈഗോ എന്ന് പറയുന്ന സാധനം. 2 ഈഗോ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എല്ലാം പൊട്ടിത്തെറിക്കും. അതിനുള്ള മറുപടി നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ തരുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ കുറേ നാളുകൾക്ക് മുമ്പ് റോമായിലെ വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗെദറിൽ ജീവിക്കുന്ന എല്ലാ സുന്ദരന്മാരെയും വിളിച്ചു കൂട്ടി റോമായിൽ. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, പിതാവേ ഇതൊക്കെ വലിയ പൊല്ലാപ്പല്ലേ, സഭയെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിരിയാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് വിവാഹമോചനം തരത്തില്ലല്ലോ. അതുകൊണ്ടാണ് പിതാവേ സ്നേഹപൂർവ്വം ഞങ്ങൾ കെട്ടാതിരിക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. വളരെ ചുള്ളൻ നല്ല ഉത്തരം കൊടുത്തു. അപ്പോൾ പിതാവ് അതിനേക്കാളും വലിയവനാണല്ലോ, അതിനേക്കാളും വിളവ് പഠിച്ച ടീമാണല്ലോ. പിതാവ് പറഞ്ഞു, മോനെ എന്നാൽ പിന്നെ ഞാനൊരു മരുന്ന് തരാം, ആ മരുന്ന് 3 നേരം കഴിച്ചാൽ മതി, നിങ്ങൾക്ക് പിന്നെ ഈ അസുഖം വരത്തില്ല, ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ അസുഖം വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും വലിയ ആകാംക്ഷ, എന്താണ് ഈ മരുന്ന്? നമുക്കെല്ലാം വേണ്ട മരുന്നാണല്ലോ, നമുക്കെല്ലാം വേണ്ട ക്യാപ്സ്യൂളുകളാണല്ലോ, പെട്ടെന്ന് കിട്ടുന്ന അസുഖം മാറുന്ന സാധനം. അങ്ങനെയാണല്ലോ പ്രധാനപ്പെട്ട എന്ത് കോൺഫ്ലിക്റ്റ് വന്നാൽ പെട്ടെന്ന് സൊല്യൂഷൻ. പിതാവ് പറഞ്ഞു, ഞാൻ സൊല്യൂഷൻ തരാം, ഞാൻ മരുന്ന് തരാം. ഒരു 3 മരുന്നുണ്ട്, അത് 3 നേരം വെച്ച് മുടങ്ങാതെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഒന്നാമത്തെ മരുന്നെന്ന് പറയുന്നത് 3 മാജിക്കൽ വേർഡ്സ് ആണ്. ഒന്നാമത്തെ വേർഡ് ഇതാണ്, പ്ലീസ്. നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലീസ് എന്ന വാക്ക് ജീവിതത്തിൽ ഉപയോഗിക്കുക. ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്ലീസ് ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ, പ്ലീസ് ഞാനൊന്ന് എടുത്തോട്ടെ. അല്ലെ ഭാര്യ തിരിച്ചു ചോദിക്കുക, പ്ലീസ് ഞാൻ ആ പൈസ എടുത്തോട്ടെ. ഈ പ്ലീസ് എന്ന് പറയുന്ന വാക്ക് ഒരു മാജിക്കൽ വേർഡാണ്. കാര്യം എന്താണെന്നറിയാം, പ്ലീസ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്തലാണ്.
ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. കുടുംബത്തിലുണ്ടാവേണ്ട ആദ്യത്തെ പുണ്യം അതാണ്, സ്വയം എളിമപ്പെടുത്തുക. ഞാൻ മറ്റുള്ളവരൊക്കെ താഴ്ന്നതാണെന്ന് പരിഗണിക്കുക, സ്വയം പരിഗണിക്കുക. എനിക്ക് തെറ്റുപറ്റാൻ സാധ്യത, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഭാര്യയോട് ചോദിക്കുകയാണ് പ്ലീസ്, അല്ല ഭർത്താവിനോട് ചോദിക്കുകയാണ് പ്ലീസ്, എളിമപ്പെടുക. എളിമയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വായം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിതാവ് പറഞ്ഞത് രണ്ടാമത്തെ മരുന്ന് തരട്ടെ, രണ്ടാമത്തെ മാജിക്കൽ വേർഡ്, ദാറ്റ് ഈസ് സോറി. ഞാനൊരു അബ്സല്യൂട്ട് ബീയിങ് അല്ല എന്നങ്ങ് അംഗീകരിക്കുക, ഞാൻ അപ്രമാദിത്തുള്ള ആളെന്ന് അംഗീകരിക്കുക. എനിക്ക് തെറ്റുപറ്റിക്കുമ്പോൾ സോറി, തെറ്റ് പറ്റി കേട്ടോ, ഒന്ന് ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കുവാനുമുള്ള വിശാല മനസ്കതയും എളിമയും. അതാണ് രണ്ടാമത്തെ കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജോറിറ്റി പ്രശ്നങ്ങളൊക്കെ ഒരു സോറി ചോദിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് എളിമപ്പെട്ടാൽ തീരാവുന്ന കാര്യമല്ലേ നമ്മുടെ കുടുംബത്തിലുള്ളൂ. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും ക്ഷമ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടും ക്ഷമ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ വലിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വലിയ ഹിമാലയൻ പ്രശ്നങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. ഒന്ന് ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ, ഒന്ന് വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മുടെ കുടുംബത്തിലുള്ളൂ. 2 വാക്കുകൾ. മൂന്നാമത്തെ മാജിക്കൽ വേർഡ് ഇതാണ്, താങ്ക് യു. പിതാവ് പറഞ്ഞു താങ്ക്സ്, നന്ദിയുള്ളവരായിരിക്കുക. എൻ്റെ കർത്താവെ, നീ എനിക്ക് തന്ന ഈ ഒരു എൻ്റെ കൗണ്ടർ പാർട്ട്, എൻ്റെ ഭാര്യയെ പ്രതി നന്ദി പറയുന്നു, എൻ്റെ ഭർത്താവിനെ പ്രതി നന്ദി പറയുന്നു. ആ നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് പലപ്പോഴും നന്ദിയില്ലാത്ത ജീവിതങ്ങളായി പോകുന്നതുകൊണ്ടല്ല വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. ഇത് തലേ വന്ന് കയറിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പ്രാഗിക്കൊണ്ടാണ് ജീവിക്കുന്നത്, നന്ദി പോകുന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളുണ്ടെങ്കിലുണ്ടല്ലോ സമാധാനമായി കുടുംബജീവിതം. എളിമ, ക്ഷമ, നന്ദി. ഈ 3 കാര്യങ്ങളുടെ നമ്മുടെ ഈഗോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർന്ന് പൊങ്ങി നിൽക്കുവാണ്. അതിന് കൗണ്ടറായിട്ട് അടിച്ചു തർക്കണം. ഇപ്പോൾ നമ്മൾ കൗണ്ടർ കൾച്ചർ വളർത്തണം. പ്രത്യേകിച്ച് പുണ്യങ്ങൾ ഈ സൈഡിൽ വളർത്തിക്കൊണ്ട് വരണം. എന്നാൽ മാത്രമേ ഈ ഈഗോനെ തോൽപ്പിക്കാൻ പറ്റൂ. എപ്പോൾ ഈഗോ തോൽക്കുന്നോ അവിടെ കുടുംബം വിജയിക്കുന്നു. എപ്പോൾ ഈഗോ തോക്കുന്നോ അവിടെ വിശുദ്ധി വിജയിക്കുന്നു. എപ്പോൾ ഈഗോ തോക്കുന്നോ അവിടെ സമാധാനം പുലരുന്നു. എല്ലാ യുദ്ധങ്ങൾക്കും കാരണം ഈഗോ തന്നെയാണ്. ഈഗോനെ തോൽപ്പിക്കാനുള്ള 3 മരുന്നാണ് ഫ്രാൻസിസ് പാപ്പ ഈ 3 വാക്കുകളായിട്ട് നമുക്ക് തരുന്നത്. അവസാനമായിട്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴാണ് ഈ ഈഗോ ചാടി വരുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, വിധേയത്വം പറ്റാത്തത്, ജീവിതത്തിൽ ചില പ്രധാന ഡിസിഷൻസ് എടുക്കേണ്ടി വരുമ്പോഴാണ് സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് യുവദമ്പതികളെ, ഇതെൻ്റെ ഒരു സജഷനാണ്, എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായ സിറ്റുവേഷൻ, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പരസ്പരം നന്നായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നു, ഒന്ന് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യും. ഒരു 3 ദിവസത്തേക്ക്, ഒരു 7 ദിവസത്തേക്ക് നിങ്ങൾ ഉപവസിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ നന്നിട്ട് വചനം വായിച്ചോ, തുടർച്ചയായിട്ട് കുർബാനയ്ക്ക് പോയെന്ന് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യും. കർത്താവ് കാണിച്ചു തരും, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. നിങ്ങൾ 2 പേരുടെയും ഈഗോനെ ഹട്ട് ചെയ്യാതെ പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനം, സ്വർഗത്തിൻ്റെ തീരുമാനം മുകളിൽ നിന്ന് ഇറങ്ങി വരും. ഒന്ന് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യണം. അവസാനത്തെ കാര്യം ഞാൻ പറയാം, ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുന്ന, അനുഭവ സമ്പത്തുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ കുഴി ചാടിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സഹായം മേടിക്കുക. അത് ഏറ്റവും അവസാനം മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിധേയത്വം സാധിക്കുന്നില്ല, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നെങ്കിൽ മാത്രം അവസാനം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അച്ഛനെയോ ഒരു സിസ്റ്ററിനെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാളെയോ പോയി കണ്ട് മാത്രം ഷെയർ ചെയ്യുക. ഒത്തിരി പേരോട് പറയാതിരിക്കുക, ഞങ്ങൾ തമ്മിൽ പോരാട്ടമാണ്, കനത്ത പോരാട്ടമാണ്, പ്രാർത്ഥിക്കണമെന്നൊക്കെ വിളിച്ച് പറയാതിരിക്കുക. വളരെ ചുരുക്കം പേര് മാത്രം അറിയിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈഗോ തകരാൻ വേണ്ടി ഈ ഒരു രാത്രി നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവിന് വിധേയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ഒരു എളിമയും സ്നേഹവും വിശുദ്ധിയും ക്ഷമ കൊടുക്കാനുള്ള കൃപയെല്ലാം നിറയാൻ വേണ്ടി നമുക്ക് ഈ ഒരു രാത്രി നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദമ്പതികളൊക്കെ ഒന്ന് ചേർന്ന് നിന്നേ. കരങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്ന് ആദ്യ വിവാഹ വാഗ്ദാന ദിവസത്തിൽ ചേർത്ത് പിടിച്ചേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വിവാഹത്തെ ഒന്നുകൂടി നവീകരിക്കണമേ. ആ വിവാഹ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ കൃപകൾ കൃപയ്ക്കുമേൽ കൃപയായി ഈ രാത്രി ഒന്ന് ഇറങ്ങി വരട്ടെ. വലിയ വലിയ കൂദാശയുടെ ശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ നിമിഷം നീ നൽകിയ ആ പൗരോഹിത്യത്തിൻ്റെ കൃപ വെച്ചുകൊണ്ട് ഞാൻ ഒന്നു ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഏതെങ്കിലും കുടുംബങ്ങളൊക്കെ തകർച്ചയുടെ വക്കിലുണ്ടെങ്കിൽ, പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ, ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നവരെ തമ്മിൽ ഈ നിമിഷം നിന്റെ വലിയ കരുണ നീട്ടി അവരെ തൊടണമേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ കുടുംബത്തെ സ്പർശിക്കട്ടെ. സ്വർഗത്തിന് വലിയ ശക്തി ഈ നിമിഷം ആവസിക്കട്ടെ. ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, വിട്ടുകൊടുക്കാൻ, നന്ദിയോടെ ജീവിക്കാനുള്ള വലിയ കൃപ ഈ നിമിഷം എല്ലാ കുടുംബങ്ങൾക്കും കിട്ടട്ടെ. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് അച്ഛാ. അച്ഛൻ്റെ വ്യൂവും കൂടെ കേട്ടപ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഈ ടോപ്പിക്കിന് ഒരു കണ്ടന്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ സജഷൻസും ഫീഡ്ബാക്കുകളും ഈ ടോപ്പിക്കിനെ പറ്റിയുള്ളത് ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക, info@angelsami.in, അല്ലെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക 0484 255 9313.
വിശുദ്ധ വേദിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു. ഒരു ചെറുപൂ